എങ്ങനെയാണ് കഴിവുള്ളവർ കൊടുത്തിരുന്നത്? ജമാഅത്തുകാരും മുജാഹിദുകളും പറയും പോലെ ഏതെങ്കിലും കമ്മിറ്റിയെ കൊണ്ടുപോയി ഏൽപ്പിച്ചതല്ല. പിന്നെ അവർ സ്വന്തമായി തന്നെ കൊടുത്തു. അങ്ങനെ ഹിജ്റ 9-ാമത്തെ കൊല്ലം വരെ അങ്ങനെ സക്കാത്ത് കൊടുത്തു വന്നു. ഇപ്പോൾ പുത്തൻവാദികൾ വാദിക്കുന്നുണ്ട് സക്കാത്ത് കമ്മിറ്റി കൊടുത്താലേ ശരിയാവുള്ളൂ. കടുത്ത ധിക്കാരമാണ്. അള്ളാഹുവിന്റെ ദീൻ അട്ടിമറിക്കുകയാണ്. വാസ്തവത്തിൽ പറയേണ്ടത് ഈ പുത്തൻവാദികളെ കമ്മിറ്റിക്ക് കൊടുത്താൽ സഹീഹാവൂല, വീടൂല എന്നാ പറയേണ്ടത്. കാരണം അവർക്ക് മതത്തിന്റെ ഒരു നിയമവും ഇല്ല, എല്ലാം കളഞ്ഞു കുളിച്ചവരാണ് അവർ. അതിനുവേണ്ടി ഏത് കളവും അവർ പറയും. ഇമാം അബ്ദുൽ വഹാബ് ഷാറാനി റളിയല്ലാഹു അൻഹുവിന്റെ മീസാനുൽ കുബ്ര എന്ന കിതാബിൽ ഇമാം ഷാറാനി പറഞ്ഞു, അജ്മഅത്തിൽ അയിമ്മത്തുൽ അർബഅ, 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളും യോജിച്ചിരിക്കുന്നു. എന്താണ് യോജിച്ചത്? അലാ അന്നഹു ലാ യജൂസു സർഫു സകാത്തി ലിഇമാറതി മസ്ജിദിൻ വതജ്ഹീസ് ജനാസ. പള്ളി നിർമ്മാണത്തിന് വേണ്ടി സക്കാത്ത് എടുക്കാൻ പറ്റൂല, കൊടുക്കാൻ പറ്റൂല. ജനാസ സംസ്കരണത്തിന് വേണ്ടി സക്കാത്ത് എടുക്കാൻ പറ്റൂല, കൊടുക്കാൻ പറ്റൂല. 4 മദ്ഹബിലെയും ഇമാമിങ്ങൾ യോജിച്ചിരിക്കുന്നു. ലാ യജൂസു, അനുവദനീയമാവില്ല. അതിന് നമ്മളെ സെലഫികൾ എന്ത് ചെയ്തു എന്നറിയോ? കേരളത്തിൽ ഒരു പുസ്തകം ഇറക്കി. ആ പുസ്തകത്തില് അവരെന്ത് ചെയ്തു? അവിടെ ഇമാം ഷാറാനിയുടെ ഈ ഉദ്ധരണി കൊടുക്കുമ്പോ ലാ യജൂസു എന്ന സ്ഥലത്ത് ലാ, നോ എന്ന അക്ഷരം അങ്ങ് എടുത്തു കളഞ്ഞു. എന്നിട്ട് യജൂസു എന്നാക്കി മാറ്റിയിട്ട് ഉദ്ധരണി കൊടുത്തിട്ട് ആളുകൾക്ക് പഠിപ്പിച്ചു, അവരനുയായികൾക്ക് പഠിപ്പിച്ചു, സക്കാത്ത് പള്ളിക്ക് കൊടുക്കൽ ജായിസാണെന്നാണ് 4 മദ്ഹബും എന്ന് പഠിപ്പിച്ചു. ഇങ്ങനെ വഞ്ചിക്കണമെങ്കിൽ മനസ്സ് തീരെ ഈമാനില്ലാതിരിക്കണ്ടേ? അത് മുജാഹിദ് സെന്ററിൽ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലാണുള്ളത്. മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം,